വെൽക്കം. ഡിജിറ്റൽ ലാബ് എക്സ്പെരിമെന്റ് ഇത്തവണ വ്യത്യസ്ത മോഡുകളെ പറ്റിയിട്ടാണ് കൗണ്ടറിൻ്റെ എക്സ്പെരിമെന്റ് പറയുന്നത്. നേരത്തെ നമ്മൾ ഇവിടെ മോഡ് 4, മോഡ് 8, മോഡ് 16 ഇത്തരത്തിലുള്ള കൗണ്ടറുകളെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞത്. 2 ബിറ്റ് ഉണ്ടെങ്കിൽ മോഡ് 4 വരെയും 3 ബിറ്റ് ഉണ്ടെങ്കിൽ 3 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അപ് ടു മോഡ് 8 വരെയും 4 ബിറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മോഡ് 16 വരെയൊക്കെയുള്ള കൗണ്ടറുകളെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത്. നമുക്ക് ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു കൗണ്ടിങ് സീക്വൻസ് വേണമെങ്കിൽ, ഇപ്പോൾ നമുക്ക് മോഡ് 8 ആകുമ്പോൾ 3 ബിറ്റ് ആണ്, അത് നമുക്ക് മോഡ് 7ലോ 6ലോ 5ലോ ഒക്കെ നിർത്തണമെങ്കിൽ 3 ബിറ്റ് തന്നെ വേണ്ടി വരും. പക്ഷെ നമുക്ക് റീസെറ്റിങ്ങിൻ്റെ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്തി അത് മോഡ് 7, 6, 5 എന്നീ രീതിയിലേക്ക് മാറ്റാം. അതുപോലെ 2 ബിറ്റ് കൗണ്ടർ മോഡ് 4 കൗണ്ടറിനെ നമുക്ക് മോഡ് 3 ആയിട്ടോ 2 ആയിട്ടോ ഒക്കെ റീസെറ്റ് ചെയ്യുവാൻ സാധിക്കും. അതേപോലെ 9 to 16 ഇടയ്ക്ക് എവിടെ വേണമെങ്കിലും 4 ബിറ്റ് കൗണ്ടേഴ്സ് നമുക്ക് റീസെറ്റ് ചെയ്ത് മോഡിൻ്റെ പൊസിഷൻസ് മാറ്റാം. അപ്പോൾ അങ്ങനെ വരുമ്പം ഒരു മോഡ് 7ൻ്റെ കൗണ്ടിങ് സീക്വൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ മോഡ് 8 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 111 കഴിഞ്ഞിട്ടാണ് റീസെറ്റ് ആവുന്നത്. ഇവിടെ ഇതിൽ 111 എന്ന കണ്ടീഷൻ ഇല്ല. ഇതിന് മുമ്പിലത്തെ കണ്ടീഷനായ 110 കഴിഞ്ഞ ഉടനെ ഇത് റീസെറ്റ് ആവുകയാണ് 7ലുള്ള സംവിധാനം. ഇപ്പം ഇവിടെ മോഡ് 8 കൗണ്ടറിൽ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ റീസെറ്റ് പോയിന്റുകൾ ഒന്നും തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ സർക്യൂട്ടിൻ്റെ സവിശേഷത. ഇനി നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന മോഡ് കുറയ്ക്കുന്ന സർക്യൂട്ടുകളിൽ നമുക്ക് ഈ റീസെറ്റ് പോയിന്റ് കൂടി ഉപയോഗപ്പെടുത്തേണ്ടി വരും. നേരത്തെ ഉപയോഗിച്ച ഐസികളിലും റീസെറ്റ് സംവിധാനമുള്ള ഐസികളുണ്ട്. ആ ഐസികൾ ഉപയോഗിച്ചിട്ട് ട്രെയിനർ കിറ്റിലും ആ സംവിധാനത്തെ നമുക്ക് അങ്ങനെ ചെയ്യുവാൻ സാധിക്കും. ഇവിടെ സിമുലേറ്ററിൽ മോഡ് 7 കൗണ്ടറായിട്ടാണ് ഇവിടുത്തെ കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കണം ഇതിൻ്റെ സീക്വൻസ് വരേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ 110 കഴിഞ്ഞ് വരുന്ന 111ൽ ഇത് റീസെറ്റ് ആവണം. അപ്പോൾ റീസെറ്റ് ഇവിടെ നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ടെർമിനൽസ് ആണ്, 3 ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ. അതിൽ നമുക്ക് കണക്ഷൻ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആൻഡ് ഗേറ്റ് സർക്യൂട്ടാണ് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ 3 ഇൻപുട്ട് ആൻഡ് ഗേറ്റ് പോലെയാണ് ഇത് കണക്ഷൻ വരുന്നത്, 2 ഇൻപുട്ടിൻ്റെ 2 ഗേറ്റ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഈ 3 ഇൻപുട്ടിലും 1 വരുന്ന ഒരു കണ്ടീഷനിൽ മാത്രമാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് ഹൈ ആവുക. ആ സമയത്ത് ഇത് റീസെറ്റ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ സീക്വൻസിൽ ഇവിടം വരെ, അതായത് ഈ 110 വരെ ഇത് ഒരിക്കലും ഈ ഗേറ്റ്സ് ആക്റ്റീവ് ആവില്ല അതിൻ്റെ ഔട്ട്പുട്ട്. ഇത് എപ്പോൾ 111 ആവുന്നോ ആ സമയത്ത് ഇത് ആക്റ്റീവ് ആവുകയും റീസെറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ 111 എന്ന കണ്ടീഷൻ ഇതിൻ്റെ ഔട്ട്പുട്ടിൽ ഉണ്ടാവുകയില്ല. അതിൻ്റെ തൊട്ട മുമ്പിലത്തെ അവസ്ഥയിൽ വെച്ചിട്ട് ഇത് റീസെറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇതാണ് മോഡ് 7ൻ്റെ അറേഞ്ച്മെൻറ്റ്. അതായത് ഡെസിമൽ 0 to 6 വരെയാണ്. അതായത് 110 കഴിഞ്ഞാൽ റീസെറ്റാണ്. നമുക്കിതൊന്ന് ശ്രദ്ധിക്കാം. ഇതിൻ്റെ കണക്ഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇതിൻ്റെ സീക്വൻസ്. ഇപ്പോൾ ഫസ്റ്റ് 000 ആണ്, പിന്നെ 001, 010, 11, 100, 101. ഇവിടെ ഈ സ്റ്റെപ്പിലെത്തി. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റെപ്പ് കൂടി 110. ഇത് കഴിഞ്ഞാൽ പിന്നെ 111 എന്ന കണ്ടീഷനില്ല. ഇവിടെ വെച്ച് ഇത് റീസെറ്റാണ്. ശ്രദ്ധിക്കുക, ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ വരുന്നത്. ട്രെയിനറിൽ നമുക്ക് ഐസീസ് ഇതേപോലെ റീസെറ്റ് ഉപയോഗപ്പെടുത്തിയിട്ട് ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യുവാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻസ് വരുന്നത്. നേരത്തെ കൊടുത്തതുപോലെ തന്നെ ക്ലോക്ക് പൾസ് കൊടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂസ് നമുക്ക് സ്വിച്ച് ചെയ്യാതെ ഒരു സംവിധാനം ഉണ്ടാക്കാം. നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഒന്നും കൂടെ ശ്രദ്ധിക്കാം. 110 കഴിഞ്ഞാൽ ഇത് റീസെറ്റാണ്. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ വരുന്നത്. ഇവിടെ സിമുലേറ്ററിലും കൗണ്ടിങ് സീക്വൻസും മോഡ് 6നെ പറ്റിയാണ് ഉള്ളത്. ഈ മോഡ് 6 കൗണ്ടർ സെറ്റ് ചെയ്യുമ്പോൾ 6 സ്റ്റെപ്പ് 0 to 5 കഴിഞ്ഞാൽ റീസെറ്റാണ്. എന്ന് പറഞ്ഞാൽ 101 കഴിഞ്ഞ് 110 വരുന്ന പൊസിഷനിൽ ഇത് റീസെറ്റ് ചെയ്യണം. അപ്പോൾ 110 പൊസിഷനിൽ റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇതാണ് ഫസ്റ്റ് ഔട്ട്പുട്ട്. അപ്പോൾ ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. 1 സെക്കൻഡും ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. തേർഡ് ഔട്ട്പുട്ട് 0 വരുമ്പോൾ അത് ആക്റ്റീവ് ആവണമെങ്കിൽ അത് ഇൻവേർട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇൻവേർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് 3ഉം ആക്റ്റീവ് ആവും. അവിടെ വെച്ചിട്ട് ഇത് റീസെറ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇവിടെ നമുക്ക് 000 ആണ് കണ്ടീഷൻ. നമുക്ക് പൾസ് കൊടുത്ത് നോക്കാം.
001 010 011 100 എത്തി പിന്നെ ഒരു കണ്ടീഷൻ കൂടെ വരും 101. അത് കഴിഞ്ഞാൽ അടുത്ത കണ്ടീഷനിൽ ഇത് റീസെറ്റ് ആണ്, ശ്രദ്ധിക്കുക, റീസെറ്റ് ചെയ്തു. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻസ് വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷൻ അറേഞ്ച്മെൻ്റ് ആണ് ഈ സർക്യൂട്ടിന് വരുന്നത്. കണ്ടിന്യൂസ് ക്ലോക്ക് കൊടുത്താലും ഇതേ ആക്ഷൻ തന്നെയാണ് ഈ സർക്യൂട്ടിൽ വരുന്നത്. ശ്രദ്ധിക്കുക, 101 കഴിഞ്ഞാൽ റീസെറ്റ് ആയിരിക്കും. ഇപ്പോൾ 101 ആണ് റീസെറ്റ്. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ വരുന്നത്. ഇവിടെ സിമുലേറ്ററിൽ മോഡ് 5 കൗണ്ടറിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. കൗണ്ടിങ് സീക്വൻസ് ഇതാണ്. 100 കഴിഞ്ഞാൽ 101 വെച്ചിട്ട് ഇത് റീസെറ്റ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ നേരത്തെ ഒരു അറേഞ്ച്മെൻറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. 1 എന്ന കണക്ഷൻ ഡയറക്റ്റും 0 എന്ന കണക്ഷൻ ഇൻവേർട്ട് ചെയ്തിട്ടും 1 ഡയറക്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് 101 ഇത് ഹൈ ആവുക, റീസെറ്റ് ചെയ്യപ്പെടുന്നത്. കണ്ടീഷൻ നമുക്ക് നോക്കാം. 100 കഴിഞ്ഞാൽ റീസെറ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ 000 ആണ്, 001 010 011 ഈ പൊസിഷനിൽ എത്തിക്കഴിഞ്ഞു 3യുടെ. ഇനി വീണ്ടും ഒരു സ്റ്റെപ്പും കൂടി ഉണ്ടാവും. 100 കഴിഞ്ഞാൽ റീസെറ്റിലേക്ക് പോകും. റീസെറ്റിലേക്ക് പോയി. ഇതാണ് ഈ സർക്യൂട്ടിൻ്റെ അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഇങ്ങനെ റീസെറ്റിനെ നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കിത് ഏത് മോഡൽ വെച്ചും നമുക്കിത് റീസെറ്റ് ചെയ്യുവാൻ സാധിക്കും. സിമുലേറ്ററിൽ ഒരു 4 ബിറ്റ് കൗണ്ടർ അറേഞ്ച്മെൻ്റ് ആണ് കാണുന്നത്. 4 ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മോഡ് 16 അപ്പ് കൗണ്ടറായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 0000 ടു 1111 അതുവരെ വന്നിട്ട് ഇത് റീസെറ്റായിട്ട് മാറും. പൾസ് കൊടുക്കുന്നതിനനുസരിച്ച് ചേഞ്ചസ് ഇവിടെ വരും. പൾസ് നമ്മൾ പൾസറൊന്ന് ഒഴിവാക്കി നമ്മൾ ക്ലോക്ക് പൾസ് ഡയറക്റ്റ് കൊടുത്താലും കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ട് ഫൈനൽ 111 എത്തിയതിന് ശേഷമാണ് ഇത് റീസെറ്റ് ചെയ്ത് 0ലേക്ക് മാറുന്നത്. ശ്രദ്ധിക്കുക, ഇപ്പോൾ 1 10 11 100 101 110 111 പിന്നെ 1000 കഴിഞ്ഞ് 1 ആയി ഈക്വൽ. ഇനി അടുത്ത സ്റ്റെപ്പിൽ 111 വന്നു, പിന്നെ റീസെറ്റ് 0. ഇതാണ് ഇതിൻ്റെ ആക്ഷൻ. അപ്പോൾ മോഡ് 16 ആണ് ഇതിൻ്റെ കൗണ്ടർ വർക്ക് ചെയ്യുന്നത്. നേരത്തെ സർക്യൂട്ടിൽ നമ്മൾ കണ്ട 4 ബിറ്റ് കൗണ്ടറാണത്. അപ്പോൾ 4 ബിറ്റ് കൗണ്ടർ എന്ന് പറയും മോഡ് 16 ആയിട്ടായിരുന്നു നേരത്തെ സെറ്റ് ചെയ്തത്. ഇവിടെ ഇപ്പോൾ ഇത് മോഡ് 10 ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മോഡ് 10 ആയിട്ട് സെറ്റ് ചെയ്യുന്ന കൗണ്ടറിന് മറ്റൊരു പേര് കൂടിയുണ്ട്, ഡീക്കേഡ് കൗണ്ടർ എന്ന് പറയും. 10നെ സൂചിപ്പിക്കുന്നത് ഡീക്കേഡ് ആണ്. അപ്പോൾ ഡീക്കേഡ് കൗണ്ടർ എന്ന ഒരു പേരും കൂടിയുണ്ട്. അപ്പോൾ നമുക്കിത് 0000 എന്ന് തുടങ്ങി, അതായത് ഡെസിമൽ 0 എന്ന് തുടങ്ങി അത് 9 വരെ, അതായത് 1001 വരെ ആവും. അതിനുശേഷം അത് റീസെറ്റ് ചെയ്ത് വീണ്ടും 0000ലേക്ക് വരും. അപ്പോൾ നമുക്ക് റീസെറ്റ് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ 1001 കഴിഞ്ഞിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ 1010 ആണ് വരിക. അതാണ് ആ പോയിന്റിലാണ് റീസെറ്റ് ചെയ്യേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കാം, ആൻഡ് ഗേറ്റുകളുടെ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1010 അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ 1 ഈ ഫസ്റ്റിലെ 1 ഡയറക്റ്റ് കൊടുത്തു, അടുത്തത് 0 ആണ്, ഇൻവെർട്ട് ചെയ്ത് കൊടുത്തു, വീണ്ടും 1 ആണ്, ആ കണക്ഷൻ ഡയറക്റ്റ് ഫീഡ് ചെയ്തു, ലാസ്റ്റ് കണക്ഷൻ 0 ആണ്, അത് ഇൻവെർട്ട് ചെയ്തും കൊടുത്തു. ഈ ഒരു അറേഞ്ച്മെൻ്റ് ആണ് അതിൽ കൊടുത്തത്. അതിൻ്റെ ഔട്ട് റീസെറ്റ് പിന്നുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇത് റീസെറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ പൾസർ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ആക്ഷൻ വരാം. നമുക്കത് കണ്ടിന്യൂസ് ക്ലോക്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഓർക്കുക, ഈ സർക്യൂട്ട് 1001 കഴിയുന്ന പൊസിഷനിൽ ഇത് റീസെറ്റ് ചെയ്യണം. 1001 വരെ അത് വർക്ക് ചെയ്യണം. ശ്രദ്ധിക്കുക, സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയതാണ്. അടുത്തത് 10 അത് കഴിഞ്ഞ് റീസെറ്റ് ആയി. അപ്പോൾ 1001 കഴിഞ്ഞാൽ, അതായത് സെൻട്രലിൽ 2 ഓഫും 2 സൈഡിൽ വർക്ക് ഓണും ആയി കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ റീസെറ്റായി. ഇതാണ് ഇതിൻ്റെ കണ്ടീഷൻ വരുന്നത്. ഇതാണ് ഡീക്കേഡ് കൗണ്ടർ. 10 സ്റ്റെപ്പുകൾ വരുന്ന കൗണ്ടർ സംവിധാനമാണ് ഇതിന് ഡീക്കേഡ് കൗണ്ടർ എന്ന് പറയുന്നത്. അപ്പോൾ വ്യത്യസ്ത മോഡ് കൗണ്ടറുകൾ നമുക്ക് ഇതേപോലെ അപ് ടു 16 കൗണ്ടറുകളിലെ നമുക്ക് ഏതും സെറ്റ് ചെയ്യാം. മോഡ് 9 11 12 13 14 15 ഏത് വേണമെങ്കിലും നമുക്ക് ഈ അറേഞ്ച്മെൻറ്റ്സും ഇവിടുത്തെ ഈ കണക്ഷൻ അറേഞ്ച്മെൻറ്റ് മാറ്റിക്കൊണ്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്.
അപ്പോൾ ഈ സർക്യൂട്ടുകളിൽ നമ്മളിവിടെ എക്സ്പെരിമെന്റിൽ കണ്ടത് വ്യത്യസ്ത മോഡുകൾ എങ്ങനെയാണ്, അതായത് 2n കറക്റ്റ് ആയിട്ടുള്ളതല്ലാതെ വ്യത്യസ്ത മോഡുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കൂടിയാണ് നമ്മളിതിൽ കണ്ടിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.